കലാഭവൻ മണിച്ചേട്ടൻ്റെ മണി പാർക്കിൽ വന്നേക്കാണ്. അപ്പോൾ കൊച്ചിന് മണി പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ധൃതിയായിരുന്നു. അവനെ കാണിക്കാമെന്നൊന്ന് പറഞ്ഞു പോയത്, കാരണം സ്വസ്ഥത തരാതെ ബഹളമായിരുന്നു. ഇതാണ് മണി പാർക്കിൻ്റെ എൻട്രിയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ അതെ അവൻ മുമ്പേ ഓർഡറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടൈമൊക്കെ കൊടുത്തേക്കണത് ഇങ്ങനെയാണ്, കണ്ടോ. 5 to 8:30 വരെ രാവിലെ, വൈകുന്നേരം 4 മണി തൊട്ട് 8:30 വരെ ഇങ്ങനെ ടൈം കൊടുത്തേക്കണം. അപ്പോൾ ഇവിടെ കലാപരിപാടികളൊക്കെയുണ്ട്, ഓണാഘോഷ പരിപാടികളൊക്കെയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ. വെയിലായതുകൊണ്ട് വന്നിട്ടില്ല, നിറച്ച ആൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ മണിച്ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്, കണ്ടോ. മണിച്ചേട്ടൻ്റെ ഈ ഒരു ലൈറ്റ് ഹൗസ് പോലത്തെയൊക്കെ ഒരു ഇത് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ എന്തൊക്കെയോ ഓണപ്പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ആഘോഷത്തിലാണ്. ഓക്കെ, കൊച്ചു വന്നിട്ട് കേട്ടതാണ്. എന്താ അവൻ കയറി പാർക്കിലൊക്കെ കയറി കളിച്ച് അവൻ കൂട്ടുകാരെയൊക്കെ കിട്ടി. അങ്ങനെ അവൻ സന്തോഷത്തിലാണ് ഭയങ്കര. ഇവിടെ മണിച്ചേട്ടൻ്റെ പാർക്കിൽ ഇങ്ങനെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക. പിള്ളേരൊക്കെ ഉണ്ട്, ബോൾ കളിയുണ്ട് അവിടെ. ഒരറ്റത്ത് ബോൾ കളിക്കുന്ന പിള്ളേർ ഉണ്ട് അവിടെ. അങ്ങനെ ഒരു സെക്ഷൻ. ഇവിടെ പിള്ളേരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിള്ളേർ വരുന്നുണ്ട്. നമ്മുടെ കൊച്ചാണ് അത് ആ മഞ്ഞ ഉടുപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ കോടി നടക്കണം. അവനെന്തോ ഉത്സവം പോലെയാണ് കണ്ടോ. അവിടെയൊക്കെ ഇങ്ങനെ കയറി നടക്കുക കണ്ടോ. തിരിച്ച് കയറുന്നു, ഇഴുകി താഴത്തോട്ട് വരേണ്ട സ്ഥലത്തോട്ട് തിരിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെയാണ് കണ്ടോ. ഇതെല്ലാം നിറച്ച് ആൾക്കാരാണ്. ഇവിടെ ആൾക്കാർക്ക് നടക്കാനുള്ള ഇത് ചുറ്റിനുമുണ്ട്. ഇത് ചുറ്റിനും നടക്കാം അവിടെ. അങ്ങനെയാണ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ആരും നല്ല ബോറടിക്കത്തില്ല. പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിലാടിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ഷൻ, പിള്ളേർ ഊഞ്ഞാലിലാടുന്ന അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ഇവിടെ സ്റ്റേജിൽ പരിപാടിയുണ്ട്, ഇന്ന് വൈകിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സെറ്റ് വർക്കൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് ഫ്രണ്ടിലൊക്കെ അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളെല്ലാം ലോറിയിൽ കൊണ്ടുവന്നിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു. ഒരു ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്താ പരിപാടിയെന്ന് അറിയത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഓണം തകർക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. ഇവിടെ കലാമ്പട പാർക്കിൽ മാവേലി വന്നേക്കാണ്. അപ്പോൾ എല്ലാവരും കൈ കൊടുത്ത് നടക്കുകയാണ്. എല്ലാവരും ഹാപ്പി ഓണം പറഞ്ഞ് നടക്കുകയാണ്. ഹാപ്പി ഓണം പറഞ്ഞ് കൈയൊക്കെ തന്നിട്ട് പോവുകയാണ് മാവേലി. എല്ലാവർക്കും ഹാപ്പി ഓണം പറയുന്നു. ഇവിടെ സ്റ്റേജിൽ എന്തൊക്കെയോ പരിപാടികളുണ്ട്, പക്ഷെ ഞങ്ങൾ നിൽക്കാനായിട്ട് സമയമില്ല, രാത്രിയായി. ഇപ്പം ഞങ്ങൾക്ക് പോകാനായിട്ട് ധൃതിയുണ്ട്. അതുകൊണ്ടിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണതേ ഉള്ളൂ. ഇനി ഒത്തിരി താമസിക്കുമെന്ന് തോന്നുന്നു പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കലാമണിയുടെ പാർക്കിൽ നിന്ന് ഇറങ്ങുവാണ്. നേരം ഒത്തിരി സമയം 7 മണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നില്ല. എല്ലാ ദിവസവും ഉണ്ട്. 5 ദിവസവും പരിപാടി ഉണ്ട്. അതൊന്നും കാണാൻ നിൽക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പം ഞങ്ങൾ കലാമണിയുടെ പാർക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരെ ഒത്തിരിയായി. ഇവിടെ ഇനിയിപ്പോൾ കൈകൊട്ടിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളതൊന്നും കാണാൻ നിൽക്കുന്നില്ല. ഇരുട്ടി പോവുകയാണ്. ഞങ്ങൾ ടയേർഡായി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലസ് യു.